ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയാലോ. കുക്കറിലാണ് ഇന്ന് നമ്മൾ ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുക്കറിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. 6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ഇതൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. മല്ലിയില കൂടുതൽ എടുത്തോളൂ. പുതിനയിലയുടെ ടേസ്റ്റും സ്മെല്ലൊന്നും ചിലർക്കൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം എടുക്കണ്ട. മല്ലിയില കൂടുതൽ എടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടികൾ വഴറ്റിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. 6-7 ബീൻസ് കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഗ്രീൻ പീസ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർക്കാം. പനീർ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതിന് ശേഷം ഈ മസാലയുമായിട്ട് 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തൈര് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് തൈരും ഉപ്പൊക്കെ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 20 മിനിറ്റ് സോക്ക് ചെയ്തതാണ്. അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിയെടുത്തു. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം, ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ റൈസ് അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിന് 1/2 കപ്പ് കൂടുതലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. 3 കപ്പാണെങ്കിൽ 3.5 കപ്പ് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഇതിന് മുകളിലായിട്ട് 1-2 ടീസ്പൂൺ നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം. പിന്നെ കുക്കർ അടച്ച് വെച്ച ഉടൻ തന്നെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആവി പുറത്തേക്ക് വരും. അതായത് കുക്കറിൻ്റെ പ്രഷർ പുറത്തേക്ക് വന്നു തുടങ്ങും. ആ സമയത്താണ് വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ആവി പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കിനി വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്കർ വെക്കണം. ഈ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ വിസിൽ വരാൻ ചാൻസ് ഉണ്ട്. വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ആയപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുക്കറിന് വിസിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ വന്നാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്നു നോക്കാം. ഞാനിവിടെ തുറന്നു നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി, കുക്കർ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം. താഴെയുള്ള റൈസൊക്കെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇപ്പോഴും നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അത് ചൂടൊക്കെ മാറുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് തണുത്ത് വരും. അപ്പോൾ റൈസൊക്കെ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ശരിയായിക്കോളും. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ അരിയുടെയും വെള്ളത്തിൻ്റെയും അളവ്, പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു കുക്കർ വെജിറ്റബിൾ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്